കണ്ടില്ലേ എന്റെ ആരുടെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പക്ഷേ ഓ അത് ശരി. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ശരി. ആ ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാംപ്രകാശ് എന്നല്ല. ശ്യാം സാർ, വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്. അതൊക്കെ ഞാൻ ഏറ്റു. കൊലമരത്തിൽ നിന്ന് വരെ ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആളോടാ. ആരാ നമ്മളെ വന്നിരിക്കുന്നത്? അയ്യോ, അച്ഛൻ ഒന്നും തോന്നുന്നു. അതെ, നമ്മൾ തമ്മിൽ പരിചയമുള്ള കാര്യങ്ങളൊന്നും പറയാതെ കേട്ടോ. ഒരു കല്യാണ ആലോചനയായിട്ട് പ്രസന്റ് ചെയ്യാവൂ. അതൊക്കെ ഞാൻ ഏറ്റു. വിളി. ആരാ? എന്തു വേണം? ഓഹോ, താനാണോ? വീട്ടിലൊന്ന് വെല്ലുവിളിക്കാൻ വന്നാണോ? അല്ല സാർ, അത് പിന്നെ നിങ്ങളെ പോലെ ചെറുപ്പക്കാരനും അല്പം കൂടെ ഡീസൻസ് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല സാർ, സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് മാപ്പി ചോദിക്കാൻ വന്നാണ്. എന്താ ഇത്? ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് സാറിന് പിന്നീട് മനസ്സിലാവൂ. അല്ല സാർ, തെറ്റെന്റെ ജൂനിയേഴ്സിന്റെ ഭാഗത്തായിരുന്നുവെന്ന് ഞാൻ പിന്നീടാ മനസ്സിലാക്കിയത്. ഞാനൊരു എടുത്തുചാട്ടക്കാരനാണ്. കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി. ഇതിനു മുമ്പും പല അബദ്ധങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സത്യം പറയാലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യാലോ എന്നൂടെ കരുതിയ സാർ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. എങ്കിലേ എന്റെ ആത്മാവിന്, സോറി, എന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. ഓക്കെ, ഞാൻ ക്ഷമിച്ചു. പോരെ? എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ. പോട്ടെ. ശരി. എനിക്കൊരു ഗ്ലാസ് കണ്ടില്ലേ എന്റെ ആരുടെ ഭാഗത്താണെന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആളിത്തിരി പക്ഷേ ഓ അത് ശരി. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. നിങ്ങൾ മര്യാദയ്ക്ക് അവർക്ക് കാശ് കൊടുക്കുന്നോ? കാശ് കൊടുക്കുന്നില്ല. ഓഹോ, എങ്കിൽ പിന്നെ കോടതി വെച്ച് കാണാം. ഓ ശരി. ആ ശരി. നിങ്ങളെ ഞാൻ എന്റെ കാലിൽ വീഴ്ചില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് ശ്യാംപ്രകാശ് എന്നല്ല. ശ്യാം സാർ, വരൂ. ഡോക്ടർ സാറുണ്ടോ? ഉണ്ട്, കുളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരും. ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്ന് ആലോചിച്ച് ബുദ്ധിമുട്ട്. ഈ കന്നുകാലികളുടെ കുളമ്പ് രോഗത്തെ തുടങ്ങി സങ്കരയിനം പശുക്കളിലെത്തി അവസാനം രാധികയുടെ കേസ് പ്രസന്റ് ചെയ്യാം. എന്താ? അതൊക്കെ സാറിന്റെ സൗകര്യം പോലെ. എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ടേ ഇവിടുന്ന് പോകാവൂ. അതാ മിടുക്ക്.